Hello friends, welcome to our channel. Now, we will unboxing the Motorola Moto Pad 60 tablet. You tablet for media consumption, note taking, students. Gaming in a budget category. One of the best is actually video. Actually 8GB and 2GB 12GB 256GB variant 30 rupees available Motorola already Motorola Moto Pad 60 laptop already same Lenovo separate Lenovo Moto Pad 60 Lenovo Pad Plus 60 60 Moto Pad Lenovo Pad Plus same price അപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് വരുന്നത്. ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ സ്പെക്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. Dimensity 8300 പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവം പറ്റും. നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഞാൻ തന്നെ 512GB മെമ്മറി കാർഡ് ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ നല്ലതാണ് കേട്ടോ. അതും 12.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് 13 ഓൾമോസ്റ്റ് നമ്മുടെ മാക്ബുക്കും ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 14 ഇഞ്ചിൻ്റെ ആണ്. ഇത് പക്ഷേ OLED ഡിസ്പ്ലേ ആണ്. പക്ഷേ അത് വേറെ ലെവലാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക ചാർജറും വരുന്നുണ്ട്. അതായത് 68 വാട്ടിൻ്റെ PD ചാർജിങ് നമുക്കിതിൽ വരുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. ഇതിൽ MRP കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഇതാകെ ഈ ബ്രോൺസ് കളറിൽ, അതായത് ബ്രോൺസ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. 10,000 mAh ബാറ്ററിയാണ് വരുന്നത്. പെന്നൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം നല്ല പെൻ തന്നെയാണ്. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ടൈപ്പ് സി പോർട്ട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അറ്റാച്ചിങ് ഉണ്ട്, പക്ഷേ അറ്റാച്ചിങ്ങിൽ ചാർജ് ആവില്ല എന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് 144 Hz റിഫ്രഷ് ആയി ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ സ്മാർട്ട് സപ്പോർട്ട് വരുന്നുണ്ട്. ഡോൾബി സപ്പോർട്ട് വരുന്ന ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്ന നമ്മുടെ JBLന്റെ 4 സ്പീക്കറാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നല്ല ലൈറ്റ് വരുന്നതാണ്. അതൊക്കെ ഈ നമ്മളിത് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ബോക്സ് സംഭവം ഇങ്ങനെയാണ് വരിക. ഒരു ഫുൾ വൈറ്റ് ബോക്സ് ആണ്. താഴെ നമുക്ക് അതിൻ്റെ പടങ്ങളും സ്പെക്സും കാണാനൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്ത കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ്. കണ്ടോ, അത്യാവശ്യം നല്ല വലുതാണ്, പക്ഷേ സ്ലിമ്മാണ്. കണ്ടോ, ഇത്ര ഉള്ള സാധനം നല്ല ഭയങ്കര സ്ലിമ്മാണ്. നമുക്കിതിൽ മുകളിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് റീഡർ പ്ലസ് പവർ ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് വോളിയം ബട്ടൺ കൺട്രോൾ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. സിം സ്ലോട്ട് ഇല്ല കേട്ടോ. ഇത് വൈഫൈ ഓൺലി വരുന്നത് മാത്രമേ ഉള്ളൂ. സ്പീക്കർ നമുക്ക് 2 ഇവിടെയും 2 മുകളിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു പോഗോ പിൻ സപ്പോർട്ട് നമുക്ക് ആക്ച്വലി മോട്ടോറോളയുടെ സെപ്പറേറ്റ് വരുന്നില്ല, പക്ഷേ ലിനോവൻ്റെ സപ്പോർട്ട് കിട്ടുക. ലിനോവൻ്റെ പാഡും അതുപോലെ തന്നെ ലിനോവൻ്റെ കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. രണ്ടും സെയിം ആണ്, വ്യത്യാസമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലിനോവോയുടെ ഒരു സബ് ബ്രാൻഡാണ് ഇപ്പോൾ മോട്ടോറോള മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ പാർട്സൊക്കെ ലിനോവയുടെ സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സർവീസ് ഒരു ആവറേജ് എന്ന് പറയാനുള്ളൂ, വലിയ കിടിലൊന്നും പറയാനില്ല. ഞാൻ ഇനി ലാപ്ടോപ്പിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ഏത് ലാപ്ടോപ്പാണ് നല്ലത്. ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ HP Dell ഒന്നും എടുക്കരുത് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, Acer. അമ്മോ സർവീസൊക്കെ ഉണ്ടല്ലോ, ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ പറയാം. ഇതിൽ ഞാൻ ആക്ച്വലി ഒരു ടെമ്പർ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ ടെമ്പർ ഗ്ലാസ് ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ ഒരു ടെമ്പർ ഗ്ലാസ് ഓർഡർ ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ഉണ്ടാവും. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. കണ്ടാൽ പറയില്ല ഇത് ഓൾറെഡി ഡിസ്പ്ലേ അല്ലാന്ന്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കണ്ടു, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഒരു ബ്ലോട്ട്വെയർ സാധനമേ ഇല്ല. ആൻഡ്രോയിഡ് 15 എടുക്കുന്നത്. 2 കൊല്ലത്തെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അല്ല ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇനി 16ഉം 17ഉം കിട്ടുമെന്ന് അറിയില്ല. അതോ 16 വരെയാണ് കിട്ടുമെന്ന് വെച്ചാൽ അത് ലോഞ്ച് ചെയ്തപ്പോൾ 14 എടുക്കുന്നത് ആൻഡ്രോയിഡ് 15. പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് ഇൻബിൽഡായിട്ട് ആൻഡ്രോയിഡ് 15 വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ 3 കൊല്ലത്തെ നമുക്ക് സെക്യൂരിറ്റി വൈസ് അപ്ഡേറ്റും കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് നിങ്ങളുടെ ഓൾറെഡി മോട്ടോറുള്ള വേറെ ഡിവൈസ് ഉണ്ടെങ്കിൽ, അതായത് ഫോണോ ഇതുപോലെ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് കണക്ടിവിറ്റി ഇക്കോ സിസ്റ്റം ഫീച്ചറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓവറോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കിടിലൻ എന്താ പറയുക സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്ന ഒരു ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഈ ഇതിൻ്റെ റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് വേറെ ഷോമിയുടെ പാഡ്സ് ആണ് കിട്ടുന്നുണ്ട്. സാധനം നല്ലതൊക്കെയാണ്, പക്ഷേ അതിൻ്റെ UI ഒക്കെ വൻ മോശമാണ്. അല്ലാത്ത പക്ഷേ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ എത്ര വലുതും അല്ല, ഇതിനായിട്ടൊക്കെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മീഡിയ കൺസപ്ഷനും ഗെയിമിങ്ങിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതായത് 12.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, അത് നല്ല ക്വാളിറ്റി കിടലിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റി സ്പീക്കർ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ജനത്തെ ആ പാട്ട് വെച്ച് നോക്കാം. പക്ഷേ പാട്ട് ഫുൾ വെക്കാൻ പറ്റില്ല.
ജസ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ബാസും ഉണ്ട്. ഇത് ഫുൾ സ്പീക്കർ, ഇതാണ് കേട്ടോ ഫുൾ വോളിയം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയൊന്നും നല്ല അധികം നേരം വരാനില്ല. നല്ല സൗണ്ടും ഉണ്ട്, നല്ല ബാസും വരുന്നുണ്ട്. ഫുൾ വോളിയത്തിൽ ഇടുമ്പോൾ പോലും ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ക്ലാരിറ്റിയിലൊന്നും മിസ്സൊന്നും ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി സ്പീക്കർ തന്നെ ഒരു ഉപയോഗിച്ചിരിക്കുന്നത്. ഓവറോൾ നല്ല സാധനം തന്നെ, കിടിലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും വലിയ ഒരു ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുന്ന ഈ റേഞ്ചിൽ കിട്ടാൻ കുറച്ച് പാടാം. പിന്നെ ഉള്ളത് ലിനോവേൻ്റെ ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇത്രയും വലുത് 13 ഇഞ്ചിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ OnePlusൻ്റെ പാഡ് 3 മാത്രമേ ഉള്ളൂ. അതിന് പക്ഷേ 50,000 രൂപയ്ക്ക് വരും. 512 GB വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് 128 GB വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അതിൽ 512 GB മെമ്മറി കാർഡ് ഉണ്ട്. അതിനിപ്പോൾ നിങ്ങൾക്ക് അത് പണ്ട് വാങ്ങിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 512 GB മെമ്മറി കാർഡ് വാങ്ങിക്കണമെങ്കിൽ 6,000-7,000 രൂപ വേണം. ഞാനത് 3,500 പണ്ട് ഒരു 6 മാസം മുമ്പ് വാങ്ങിച്ചത്. ഇപ്പോഴാണല്ലോ എല്ലാത്തിനും പ്രൈസ് കൂടിയത്. അപ്പോൾ 512 GB നിങ്ങൾക്ക് ഒരു ഇതേ വലിയ അത്, പക്ഷേ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ഒരു റെക്ടാങ്കിൾ മോഡലാണല്ലോ. മറ്റത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ലാപ്ടോപ്പ് സ്റ്റൈൽ ഡിസ്പ്ലേ ആണ് നമുക്ക് OnePlus Pad 3 വരുന്നത്. കൊണ്ടുനടക്കാൻ അത് കുറച്ച് പാടം തന്നെ വലുതാണ്. ഉണ്ട് കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല. പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടി ഒതുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നീട്ടം കൂടുതൽ വിട്ട് കുറവാണ്. മറ്റേത് ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ഒരു സ്ക്വയർ പോലെയാണ് സാധനത്തിൻ്റെ. പിന്നെ നമുക്കതിൽ പെന്നും സംഭവമൊന്നും കിട്ടില്ല, അതൊക്കെ എക്സ്ട്രാ വേറെ വാങ്ങിക്കണം. അപ്പോൾ പെന്നായിക്കോട്ടെ, പെന്നും സൂപ്പറാണ് കേട്ടോ. അത് ഞാൻ അടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെന്ന് സെപ്പറേറ്റ് ഇവിടെ നോട്ട് ചെയ്യാനുള്ള സംഭവം വരും. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്ന പെന്നാണ് കേട്ടോ. അതൊന്ന് ഫുൾ സ്ക്രീൻ ആയിക്കോട്ടെ. അയ്യോ പോയി. പെൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാ. ഞാൻ ആക്ച്വലി എല്ലാ പെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. ആപ്പിളിൻ്റെ പെൻസിൽ, സാംസങ്ങിൻ്റെ. ഇതിനു മുമ്പ് എൻ്റെ സാംസങ്ങിൻ്റെ ടാബ് ആയിരുന്നു, ഞാൻ അപ്പോൾ അത് കൊടുത്തു. പിന്നെന്താ, പിന്നെ ഏതാ ഷവോമിയുടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, OnePlusൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല പെൻ തന്നെ വേണമെങ്കിൽ പറയാട്ടെ. നമുക്ക് ഇതിലൊരു ബട്ടണൊക്കെ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടോ, ഒരു ലാഗോ ഒന്നുമില്ല. ശരിക്കും സിമിലർ ക്വാളിറ്റി തന്നെ. ഒരു പെന്ന് സപ്പോർട്ടും വരുന്നുണ്ട്. നമുക്കിതിപ്പോൾ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. പിന്നെ കളറ് സംഭവമൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ആവശ്യമുള്ള എല്ലാ എന്താ പറയുക ആപ്പ് സപ്പോർട്ടും നമുക്കിതിൽ വരുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഈ സാധനം മാഗ്നറ്റിക്കലി അറ്റാച്ചബിൾ ആണ്. കണ്ടോ, അറ്റാച്ചാണ്. കണ്ടോ, നമുക്ക് ബാക്കിലും ഒരു സ്ലോട്ട് ഉണ്ട് ഇവിടെ. കണ്ടോ വയ്ക്കാനുള്ളത് കണ്ടോ. ഇതിവിടെ വെക്കാൻ പറ്റും, പക്ഷേ ചാർജ് ആവില്ല എന്ന് മാത്രം കേട്ടോ. ചാർജ് ആവണമെങ്കിൽ നമുക്ക് ഇതിൽ വയർലെസ് ഫീച്ചർ ഇല്ല. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് Type-C പോർട്ട് ഇവിടെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പെന്നും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോട്ട്സ് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി MotoPad 60 ലാപ്ടോപ്പ് ഞാൻ കുറേ റെക്കമെൻഡ് ചെയ്തതാണ്. എനിക്ക് ആ സാധനം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി MotoPadൻ്റെ പാഡ് പ്രോ, അതായത് ലാപ്ടോപ്പും മോട്ടോറോള തന്നെ വാങ്ങിക്കാൻ കാരണം. അതും നമുക്ക് ഇവരുടെ ഇതായാലും ഈ സാധനം MotoPad 60 ലാപ്ടോപ്പാണ്. ഇതായാലും നമുക്ക് ശരിക്കും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ലാപ്ടോപ്പാണ് ഈ പ്രൈസ് റേഞ്ചിലൊക്കെ. ഇതിൻ്റെ ഡിസ്പ്ലേ കാണാണ്ടല്ലോ, കിടിലൻ സാധനമാണ്. അതേപോലെ തന്നെയാണ് ഈ Pad 60നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെയാണ്. ആകെ അവരുടെ ഷോക്ക് എന്ന് പറയാനുള്ളത് സർവീസാണ്, തേർഡ് പാർട്ടിയാണ്. പക്ഷേ വലിയ കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസ് ഇല്ല. ഇതായിട്ട് എനിക്ക് അതിന് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിന് റാമൊക്കെ സംഭവമൊക്കെ ഞാൻ എക്സ്പാൻഡിങ് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഡയറക്റ്റ്ലി ഉള്ളൂ. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി സർവീസ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഏസറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏസറും ഡെൽ HP ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാപ്ടോപ്പ് ബ്രാൻഡിൽ സർവീസ് അത്യാവശ്യം തരുന്നത് അസൂസും ലിനോവയാണ്. ഭയങ്കര കിടിലൊന്നുമല്ല. ഇവർ രണ്ടെണ്ണം പിന്നെയും കുഴപ്പമില്ലാത്തത് സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ഒരു താഴെയായിട്ട് വേണമെങ്കിൽ എന്തിനാ കൊണ്ടുവയ്ക്കാം കേട്ടോ. ലിനോവൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ലാപ്ടോപ്സിൽ ഞാൻ ലാപ്ടോപ്പിന് സെപ്പറേറ്റ് വേറെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരോ ഞാൻ ടാഗിങ് പറ്റില്ല കേട്ടോ. ഞാൻ നമ്മുടെ 3ാമത്തെ ചാനലാണ് കൊടുക്കുന്നത്, അപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ചാനൽ ഇട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ടാഗിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 3ാമത്തെ ചാനലിൽ നമുക്ക് ടാഗിങ് ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് വേറെ എവിടെയും അവൈലബിൾ അല്ല, അത് വേറെ കാര്യം. ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. മറിച്ച് കാണാം.